ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷത്തെ ഓണത്തിനും ശിവപ്രിയ ജ്യോതിഷാലയത്തിൽ നിന്നും ഓണസമ്മാനമായി ഓണക്കിറ്റ് നൽകിയുണ്ടായി. ഓണസമ്മാന കിറ്റ് വിതരണം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ ബോബൻ ഉദ്ഘാടനം ചെയ്യുകയും ഡിവിഷൻ കൗൺസിലർ ശ്രീ ജ്യോതി ദിനേശൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. മുൻ കൗൺസിലർമാരായ CP ജയൻ, നിർമ്മല രാമൻ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ലാലൻ, വ്യാപാരി നേതാക്കളായ MG വിജയൻ, സോമസുന്ദരൻ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി. ശിവപ്രിയ ജ്യോതിഷാലയത്തിലെ ജ്യോത്സ്യൻ ബാബു വട്ടത്തേരി കൃതജ്ഞത പറയുകയും ഉണ്ടായി. നിരവധി കുടുംബക്കാർ ഓണക്കിറ്റ് സമ്മാനം ഏറ്റുവാങ്ങാനും എത്തിയിരുന്നു. അധികം ആളുകൾ അറിയപ്പെടുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകം അദ്ദേഹം നമ്മൾ അടുത്തോടേണ്ട അദ്ദേഹം സാധാരണ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഴിഞ്ഞ ഞാൻ എന്നെ പറഞ്ഞ ശേഷം എന്റെയും എന്റെ ഭാര്യയുടെയും ബോഡി അടക്കം മെഡിക്കൽ കോളേജിൽ കൊടുക്കുമെന്ന് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച വളരെ ആരെയും അല്ല നമ്മളെല്ലാം ചിന്തിക്കാൻ പ്രഖ്യാപിച്ച ഏകദേശം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള അവസരത്തിലായാലും ഇവിടുത്തെ പ്രദേശങ്ങളിൽ കുറെ ആളുകളായി അവിടെ ഓരോരുത്തരും മൂഞ്ചോട്ട് ഓരോരുത്തരും റെസിഡൻസിന്റെ ഭാരമാണ്. ഞാനും സെക്രട്ടറി റെസിഡൻസ് അസോസിയേഷൻ റാങ്ക് സജീവമാക്കുന്നതിന് റാങ്ക് പല അസോസിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ടും സജീവമാക്കുന്നതിന് ന്യൂസിലേക്ക് ഒപ്പം അവിടെ സജീവമായി ഇവിടെ ടീമായിട്ട് ചെയ്യുന്നു. ആശാവർക്ക് പ്രവർത്തനം ആരംഭിച്ച ജോലി ചെയ്യാൻ അത് ബാബുചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ താമസമായ ഘട്ടം മുതൽ തന്നെ ഈ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എല്ലാ മേഖലയിലും ഉണ്ടാകാറുണ്ട്. താമസകാലം മുതലുണ്ട്. അതിനെല്ലാം ഇവിടെല്ലാം പ്രവർത്തനം നടത്തുമ്പോൾ അംഗൻവാടിയുടെ പ്രവർത്തനമൊക്കെ ആരംഭിക്കുമ്പോൾ അവിടെ കുട്ടികളുടെ പ്രവേശനം വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അത് എല്ലാ വർഷങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും. ഒരു ഓണപ്പുലരിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം തന്നെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കർക്കിടകത്തിന് വലിയ ദാരിദ്ര്യ പ്രാധാന്യം ഒന്നുമില്ല. പക്ഷെ മുൻകാലങ്ങളിലെല്ലാം തന്നെ കർഷകർ കൂടുതലുള്ള നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു മാസമാണ്. എല്ലാവരുടെ വീടുകളിലും വളരെയധികം സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു മാസമായിട്ടാണ് നമ്മുടെ കർക്കിടക മാസത്തെ നമ്മൾ കാണാറുള്ളത്. ആ കർക്കിടക മാസം കഴിഞ്ഞ് നമ്മൾ ഒരു പുതിയ അതായത് കൊയ്ത്തിന്റെ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. കാരണം മഹാഭാരതത്തിലെ കഥാപാത്രത്തിലെ കർണൻ പറഞ്ഞതുപോലെ ഭോജനശാലയിലേക്ക് കഴിച്ചു വേണ്ടി അദ്ദേഹം പറഞ്ഞത് ആഹാരമുണ്ടെന്നാണ്. അദ്ദേഹത്തിന് പുണ്യം കിട്ടിയെങ്കിൽ അതിന് തുല്യമായ പ്രവൃത്തി ചെയ്യുന്ന ബാബു വട്ടത്തേരിക്ക് അതിന് സമാനമായ പുണ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ തന്നെ. 4 വർഷമായിട്ട് ഞാൻ ബാബുചേട്ടനായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. അന്ന് മുതൽ അദ്ദേഹം ഈ വാർഡിലും വാർഡിന് വെളിയിലും പല സ്ഥലങ്ങളിലും എല്ലാ ആതുരാലയങ്ങളിലും എല്ലാം ഇതുപോലെയുള്ള ഒരു ഫണ്ടുണ്ട്. കാഴ്ച അതിന് തുക സഹായിച്ച ഔദ്യോഗിക ഈ പരിപാടിയിൽ മേലിൽ കിടക്കുന്ന ഔദ്യോഗികമായിട്ട് ആശംസകൾ നേരിടും. നമുക്ക് വേണ്ടത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം സംതൃപ്തിയാണ്. സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന ആളുടെ സംതൃപ്തി, കൊടുക്കുന്ന ആളുടെ സംതൃപ്തി, എല്ലാ കാര്യത്തിലും മനസ്സിന്റെ സംതൃപ്തി. ആ മനസ്സിന്റെ സംതൃപ്തി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണം. ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞ PD മാർട്ടിന്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് അത് ആളെ കയറ്റി വിടുമ്പോൾ കിട്ടുന്ന അതിന്റെ സംതൃപ്തി, അത് തരുമ്പോൾ അദ്ദേഹം അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അതാണ് മനസ്സിന്റെ സംതൃപ്തി. ആ സംതൃപ്തി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ബാബുചേട്ടൻ തന്നെയാണ്. ബാബുചേട്ടന്റെ കയ്യൊപ്പ്
എല്ലാ കൊല്ലവും ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സന്മനസ് ദൈവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ തന്നെയാണ് തരുന്നത്. പക്ഷെ ഞാൻ തന്നെ ഈ കൃതജ്ഞത പറയാന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യം പറയാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ വലിയ സമ്പന്നനായിട്ടൊന്നുമല്ല. ഞാനിത് എല്ലാ മാസവും എല്ലാ കൊണ്ടും ഞാനത് തരുന്നു. എല്ലാ കഴിഞ്ഞിട്ടാണ് ശരിയാണ്. ശരിയാണ്.